അപ്പോൾ നമ്മുടെ ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി, കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യനാ ചോദിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? മിസ് പറഞ്ഞു തരട്ടെ. യെസ്, അപ്പോൾ ഒന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വിച്ച് ഏൻഷ്യൻ ട്രേഡ് റൂട്ട് കണക്റ്റഡ് ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ഏഷ്യ ആൻഡ് എക്സ്റ്റെൻഡഡ് കൊമേഴ്ഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക. എന്താ ചോദിച്ചിരിക്കുന്നത്? ഏഷ്യയുടെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളെ ബന്ധിപ്പിക്കുകയും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവയ്ക്കിടയിൽ വാണിജ്യ ബന്ധം വ്യാപിക്കുകയും ചെയ്ത പുരാതന വ്യാപാര പാത ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പുരാതന ട്രേഡ് റൂട്ട്, വ്യാപാര പാത ഏതാണെന്ന്. പണ്ട് നമ്മൾ കച്ചവടം ചെയ്ത പാത ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട, ഈസി ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ, ഏഷ്യയും യൂറോപ്പും ആഫ്രിക്കയും കണക്ട് ചെയ്തിട്ട് കച്ചവടത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ട്രേഡ് റൂട്ടിനെ, ആ ഒരു കച്ചവട പാദത്തെ, ആ ഒരു വ്യാപാര പാദത്തെ നമ്മൾ എന്താണ് വിളിച്ചത്? വെരി ഈസി അല്ലേ, സിൽക്ക് റൂട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ ഇതിനെ കണക്ട് ചെയ്തിട്ടായിരുന്നു നമ്മളുടെ സിൽക്ക് റൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട് നെട്ടേണ്ട ആവശ്യമില്ല, ഈസിയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇഷ്ടമായല്ലോ, റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഒരു ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ചാർട്ട് തന്നെ നിങ്ങളോട് ചോദിക്കില്ല, ചിലപ്പം ഏതെങ്കിലും ഒരു എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനത്തിന്റെ ഉദാഹരണം എഴുതാനായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു മറ്റൊരു പേര് എഴുതാനായിരിക്കും, അങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പോൾ ഒരുപാട് തവണ മിസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക, ബിക്കോസ് എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, സോ ഈ ടേബിൾ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ സംഗതി ഈസിയാണ്. ഏതൊക്കെയാണ് നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ ആണ് അല്ലെ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖലയാണ്. ഓക്കെ, അപ്പൊ പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നുണ്ട്? അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖല എന്ന് വിളിക്കുന്നുണ്ട്. ഇത്ര പഠിച്ചാൽ മതി. ഇനി ഇവിടെയുള്ള സാധനങ്ങളൊക്കെ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമാക്കി മാറ്റുന്നത് ദ്വിതീയ മേഖലയിലാണ്, സെക്കൻഡറി സെക്ടറിലാണ്. ഇവിടെയുള്ള തേയില പോയിട്ട് ചായപ്പൊടി ആക്കുന്നത് നമ്മുടെ സെക്കൻഡറി സെക്ടറിലാണെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ആക്ടിവിറ്റീസാണ് ഉള്ളത്? ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഒക്കെ ആണല്ലോ നടക്കുന്നത്. ഇതിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ വ്യാവസായിക മേഖല എന്ന് പറയുന്നു. ഈസി അല്ലേ? യെസ്. ഇനി അടുത്തതാണ് തൃതീയ മേഖല. ഇവർക്ക് രണ്ടാൾക്ക് കട്ട സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്, ടെർഷ്യറി സെക്ടർ എന്ന് പറയുന്നത്. അതായത് ഇവരുടെ സാധനങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുക? ടെർഷ്യറി സെക്ടറാണ്. സ്റ്റോറേജ് അതൊക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ടെർഷ്യറി സെക്ടറാണ്. അതുകൊണ്ട് ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? നമ്മൾ സർവീസ് സെക്ടർ, സേവന മേഖല എന്നാണ് തൃതീയ മേഖലയെ വിളിക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 3ന്റെ ഉദാഹരണം പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം ഒക്കെയാണ് വരുന്നത്. ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, ഫോറസ്ട്രി, മൈനിങ്, ഫിഷറീസ് ആണ്. ഇനി സെക്കൻഡറി സെക്ടറിന്റെ എക്സാമ്പിളോ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ദെൻ കൺസ്ട്രക്ഷൻ ഒക്കെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. വൈദ്യുതി ഉൽപാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം ഒക്കെയാണ് നമ്മളുടെ രണ്ടാമത്തെ, അതായത് ദ്വിതീയ മേഖലയിൽ വരുന്നത്. ഇനി തൃതീയ മേഖലയിലേക്ക് നോക്കിയാലോ, ബാങ്കിങ് ഉണ്ട്, ആരോഗ്യരംഗമുണ്ട്, വാർത്താവിനിമയമുണ്ട്, ബാങ്കിങ്, ഹെൽത്ത് കെയർ, കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് ടെർഷ്യറി സെക്ടറിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. സംഗതി സെറ്റ് ആണല്ലോ? യെസ്. അങ്ങനെയെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ റിക്വയർഡ് റിവാർഡ്. ഓക്കെ, വാട്ട് ആർ ദ റിവാർഡ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? മിസ് ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ ചോദിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളോട് ഉൽപാദന ഘടകങ്ങൾ തരും, അതിൻ്റെ പ്രതിഫലം എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ പ്രതിഫലം തന്നിട്ട് അത് ഏത് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണെന്ന് ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടേബിൾ പഠിച്ചിരിക്കണം. അപ്പോൾ ലാൻഡ്, ഓക്കെ, നമ്മളെ ഭൂമി നമ്മൾ പാട്ടത്തിന് കൊടുത്താൽ അതിന് എന്ത് കിട്ടുന്നുണ്ട്?
പാട്ട് കിട്ടുന്നുണ്ട്, റെന്റ് കിട്ടുന്നുണ്ട്. ഇനി ഇതാ തൊഴിലാളികൾക്ക് അല്ലെ, നമ്മൾ തൊഴിൽ ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? കൂലി കൊടുക്കുന്നു, വേജ് കൊടുക്കുന്നു. ഇനി നമ്മളുടെ ഒരു സ്ഥാപനത്തിനല്ലേ, നമ്മൾ എവിടെയെങ്കിലും ഒരു നിക്ഷേപം നടത്തിയാൽ നമ്മളുടെ ക്യാപിറ്റലിന്, നമ്മുടെ മൂലധനത്തിന് എന്ത് കിട്ടും? പലിശ കിട്ടും അല്ലെ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസക്ക് പുറമെ തന്നെ ഒരു പലിശയും കിട്ടും. പിന്നെ നമ്മളുടെ ഒരു സംഘാടനത്തിനോ, നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് സ്ഥാപനത്തിനോ ലാഭം കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഇതാണ് റിവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ദാ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ 3 ക്വസ്റ്റ്യന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ സംഗതി സെറ്റാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ചോദ്യം കൂടെ മിസ് തരട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൈമറി സെക്ടർ അല്ലെ, പ്രാഥമിക മേഖലയ്ക്ക് 2 ഉദാഹരണങ്ങൾ, 2 എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ കൂടുതൽ വീഡിയോസും ആണെങ്കിൽ മോർ ഐഷ മിസ് എന്നും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ ഐഷ മിസ്.